ഹലോ എവ്രി വൺ, PK ലേണിംഗ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. നമ്മൾ ഡയറി സയൻസിൽ നിന്നൊരു ടോപ്പിക്കാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഡയറി ഫാം ഇൻസ്ട്രക്ടറിൽ സ്പെഷ്യൽ ടോപ്പിക്കാണ് ഈ ഡയറി സയൻസ് എന്ന് പറയുന്നത്. 20 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഈ ഡയറി സയൻസിൽ നിന്ന് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറി സയൻസിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് പഠിച്ചാലോ? നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫാറ്റ് റിച്ച് ഡയറി പ്രോഡക്ട്സിനെ പറ്റിയാണ്. ഫാറ്റ് റിച്ച് ഡയറി പ്രോഡക്ട്സിൽ നമുക്ക് ക്രീം പഠിക്കണം, ബട്ടർ പഠിക്കണം, ഗീനെ പറ്റി പഠിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ക്രീം ആയിരിക്കും പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഡയറി സയൻസ് എന്ന് പറയുന്നത് റാങ്ക് മേക്കിംഗ് ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് ഡയറി സയൻസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, കാരണം ഈ ഒരു 20 മാർക്ക് എന്ന് പറയുന്നത് നിങ്ങളെ റാങ്ക് നിർണ്ണയിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി ഡയറി സയൻസിലെ ഓരോ ടോപ്പിക്കും പഠിച്ചു പോകണം. ഓക്കെ, അപ്പോൾ നമുക്ക് വെച്ച് താമസിപ്പിക്കാതെ ആദ്യത്തെ ക്ലാസ് നോക്കാം. ക്രീമിനെ പറ്റിയാണ്. ക്രീം എന്ന് പറഞ്ഞാൽ വി നോ ഇറ്റ് ഈസ് എ ഫാറ്റ് റിച്ച് ഡയറി പ്രോഡക്ട്സ്. അപ്പോൾ മിൽക്കിൽ ഈ ഫാറ്റ് ഗ്ലോബ്യൂൾസ് എന്ന് പറയുന്നത് നമുക്ക് ബാക്കിയുള്ള പാർട്ടിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഈ മിൽക്കിൽ ഈ ഫാറ്റ് ഗ്ലോബ്യൂൾസിനെ നമുക്ക് ഇറ്റ് ഈസ് ഈസിലി സെപ്പറേറ്റഡ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ മിൽക്ക്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, നമുക്ക് പല തരത്തിലെ പ്രോഡക്ട്സ് നമുക്ക് ഈൽഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, എത്രത്തോളം ഫാറ്റ് കോൺസെൻട്രേഷൻ ഉണ്ട് അതിനനുസരിച്ചുള്ള പ്രോഡക്ട്സ് നമുക്ക് ഈൽഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പല പ്രോഡക്ട്സ് നമുക്ക് അതിൽ നിന്ന് ഉണ്ടാക്കാം. ഇപ്പോൾ മിൽക്ക് ഫ്രാക്ഷനെ നമ്മൾ എന്താ ചെയ്യുന്നത്, മിൽക്കിൽ നിന്ന് ക്രീം ഉണ്ടാക്കുന്നു, അതുപോലെ ബട്ടർ ഉണ്ടാക്കുന്നു, ക്രീമിൽ നിന്ന് ഗീ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഫാറ്റ് റിച്ച് പ്രോഡക്ട്സ് ആണ്. അപ്പോൾ മിൽക്ക് ഫാറ്റിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് നമുക്ക് പല മിൽക്ക് പ്രോഡക്ട്സ് ആ ഫാറ്റിൻ്റെ കോൺസെൻട്രേഷൻ അനുസരിച്ച് പല മിൽക്ക് പ്രോഡക്ട്സ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ, ബട്ടർ ഉണ്ടാക്കാം, ഗീ ഉണ്ടാക്കാം, ബട്ടർ ഓയിൽ ഉണ്ടാക്കാം, ഇങ്ങനെ പല പ്രോഡക്ട്സ് ആക്കി നമുക്ക് മാറ്റാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഫാറ്റ് റിച്ച് ഡയറി പ്രോഡക്ട്സിൽ ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, ക്രീമിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് ക്രീമിൽ എന്തൊക്കെ പഠിക്കണം എന്നറിയോ? അപ്പോൾ നമ്മളിപ്പോൾ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ പഠിക്കണം. എന്തെങ്കിലും ഡെഫിനിഷൻ പോരാ, ഫെസായി പറയുന്ന ഡെഫിനിഷൻ എന്താണെന്ന് നമ്മൾ അറിയണം. അപ്പോൾ ഫെസായിയുടെ ഒരു ഡെഫിനിഷൻ അറിയണം. ഓക്കെ, പിന്നെ അതിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നതെന്ന് നമുക്കറിയണ്ടേ, ഓരോ കമ്പോണൻസ്. അതാണ് ഈ ഡയറി സയൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പോസിഷൻ ഓരോന്നിൻ്റെയും പഠിക്കണം. ഫെസായി സ്റ്റാൻഡേർഡ്സ്, പിന്നെ എത്ര ടൈപ്പ് ഓഫ് ക്രീം ഉണ്ട്, ലോ ഫാറ്റ് ഉണ്ട്, മീഡിയം ഫാറ്റ് ഉണ്ട്, ഹൈ ഫാറ്റ് ഉണ്ട്, അത് നമുക്ക് പഠിക്കണം. പിന്നെ നമുക്ക് എങ്ങനെയാണ് ഈ ക്രീം സെപ്പറേറ്റ് ചെയ്യുന്നത്, 2 മെത്തേഡുണ്ട്. മുന്നേ ഒക്കെ ഗ്രാവിറ്റേഷണൽ മെത്തേഡായിരുന്നു. ഇപ്പോൾ ഗ്രാവിറ്റേഷണൽ മെത്തേഡ് പോയിട്ട് അതും യൂസ് ചെയ്യാറുണ്ട്. കൂടാതെ സെൻട്രിഫ്യൂഗൽ മെത്തേഡ്, അത് കുറച്ചുകൂടെ സ്പീഡപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ മെത്തേഡും പഠിക്കണം. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫാറ്റ് റിച്ച് പ്രോഡക്ട്സിൽ വരുന്നത് തന്നെയാണ്. ക്രീം പോലെ നമുക്ക് പഠിക്കാനുണ്ട് എന്താണ്, ഗീനെ പറ്റി പഠിക്കണം. അതുപോലെ തന്നെ നമുക്ക് ബട്ടറിനെ പറ്റിയും പഠിക്കണം. അത് നമ്മളിനി അടുത്ത ക്ലാസ്സുകളിലായിരിക്കും. ഒരു ക്ലാസ്സിൽ ഗീ പഠിക്കും, നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ബട്ടർ പഠിക്കും. അപ്പോൾ നമ്മുടെ ഫാറ്റ് റിച്ച് പ്രോഡക്ട്സ് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇങ്ങനെ ഓരോ ടോപ്പിക്കും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടായിരിക്കും പഠിച്ചു പോകുന്നത്. പിന്നെ അതിൽ നിന്നുള്ള പരമാവധി ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ക്ലാസ് വെറുതെ കണ്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. വീഡിയോസ് കാണുമ്പോൾ ഉടൻ തന്നെ കൂടെ ലെക്ചർ നോട്ട്സ് എഴുതി പോകാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇതിനെ റിവിഷന് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നമുക്കറിയാം ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ സ്റ്റഡി ചെയ്യുക മാത്രമല്ല, റിവിഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. അതുപോലെ MCQ പ്രാക്ടീസ് ഈസ് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് തിങ്. ഇത് 3ഉം ഉണ്ടാവണം അല്ലേ, ദാറ്റ് ഈസ് എ ട്രയാങ്കിൾ എന്ന് പറയും, സ്റ്റഡി, റിവിഷൻ ആൻഡ് MCQ പ്രാക്ടീസ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ ക്ലാസ്സിൽ നിന്നുള്ള പരമാവധി ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൊണ്ട് വർക്ക് ചെയ്യിക്കും. ഓക്കെ, അപ്പോൾ അതോടെ നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്ക് തറവായിരിക്കും. ഓക്കെ, അതിനുശേഷം അതിൽ നിന്നുള്ള റിവിഷൻ എക്സാംസ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്, നമ്മളൊരു ടോപ്പിക്ക് പഠിച്ച് റിവൈസ് ചെയ്ത് അതിൽ നിന്ന് പരമാവധി ക്വസ്റ്റ്യൻസും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ടോപ്പിക്ക് തറവാകും. പിന്നെ നമുക്ക് അതിൽ നിന്ന് എന്ത് ചോദിച്ചാലും നമുക്ക് പ്രശ്നമില്ല, നമുക്കത് എഴുതാൻ സാധിക്കും. PSCന് ഏത് രീതിയിൽ ചോദിച്ചാലും അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ഓരോ ടോപ്പിക്കും പഠിച്ചു പോകേണ്ടത്. ഓക്കെ, അപ്പോൾ ക്രീമിൻ്റെ ഡെഫിനിഷൻ എന്താണ് ഫെസായി ക്രീമിനെ പറ്റി പറയുന്നത്? ഫെസായി എന്ന് പറഞ്ഞാൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. Cream including sterilized cream means the product of cow or buffalo milk or a combination thereof, and it shall be free from starch and other ingredients foreign to milk. Very important. അതായത് ക്രീം എന്ന് പറഞ്ഞാൽ കൗസ് മിൽക്ക് അല്ലെങ്കിൽ ബഫലോസ് മിൽക്കിൻ്റെ പ്രോഡക്റ്റ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ കോമ്പിനേഷൻ ആകാം. എന്തുണ്ടാകാൻ പാടില്ല, സ്റ്റാർച്ച് ഉണ്ടാകാൻ പാടില്ല, ഫ്രീ ഫ്രം സ്റ്റാർച്ച്, അല്ലെങ്കിൽ ഫോറിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസും ഉണ്ടാകാൻ പാടില്ല. ക്ലിയർ ആണോ? അപ്പോൾ ക്രീമിൻ്റെ ഡെഫിനിഷൻ ഇനി മറക്കില്ലല്ലോ. എന്താ ക്രീമിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചത്? അതാ കൗസ് മിൽക്കോ ബഫലോ മിൽക്കോ അല്ലെങ്കിൽ കോമ്പിനേഷനോ ആകാം. ഓക്കെ, പിന്നെന്താ പഠിച്ചു? അതിൽ സ്റ്റാർച്ച് ഉണ്ടാകാൻ പാടില്ല, ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം സ്റ്റാർച്ച്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? മിൽക്കിൽ ഫോറിൻ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസസും അതിലുണ്ടാകാൻ പാടില്ല. ഓക്കെ, സെറ്റ് അല്ലേ?
ഇനി ഡെഫിനിഷന് ശേഷം നമ്മൾ നോക്കുന്നത് കാറ്റഗറീസ് ആണ്. ഓക്കെ, എത്ര കാറ്റഗറീസ് ഉണ്ട്? ഏതൊക്കെയാണ്? ലോ ഫാറ്റ് ക്രീം, മീഡിയം ഫാറ്റ് ക്രീം, ഹൈ ഫാറ്റ് ക്രീം. ഓക്കെ, ലോ ഫാറ്റ് ക്രീം, മീഡിയം ഫാറ്റ് ക്രീം, ഹൈ ഫാറ്റ് ക്രീം. ലോ ഫാറ്റ് ക്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്താ, എല്ലാത്തിലെ മിൽക്ക് ഫാറ്റിൻ്റെ പെർസെൻറ്റേജ് ആണ് നോക്കുന്നത് കേട്ടോ. അപ്പം എന്താ നോട്ട് ചെയ്ത് വെക്കേണ്ടത്? ലോ ഫാറ്റ് നോക്കണം, അതുപോലെ മീഡിയം ഫാറ്റ് നോക്കണം, അതുപോലെ ഹൈ ഫാറ്റ്. നമ്മൾ പഠിക്കേണ്ട ന്യൂമറിക്കൽസ് 25 പഠിക്കണം, 40 പഠിക്കണം, 60. 25, 40, 60 അങ്ങനെ ഓർത്ത് വെക്കുക. 25 ഫോർ ലോ ഫാറ്റ്, 40 ഫോർ മീഡിയം, 60 ഫോർ ഹൈ. ഇറ്റ് ക്ലിയർ? അപ്പോൾ ലോ ഫാറ്റ് ക്രീം എന്ന് പറഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് മിൽക്ക് ഫാറ്റ് നോട്ട് ലെസ് ദാൻ 25% ബൈ വെയ്റ്റ്. മീഡിയം ഫാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതിൽ മിൽക്ക് ഫാറ്റ് നോട്ട് ലെസ് ദാൻ 40% ബൈ വെയ്റ്റ്. ഹൈ ഫാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് കണ്ടെയ്ൻസ് മിൽക്ക് ഫാറ്റ് നോട്ട് ലെസ് ദാൻ 60% ബൈ വെയ്റ്റ്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ക്രീമിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു, കാറ്റഗറീസ് പഠിച്ചു, ലോ, മീഡിയം, ഹൈ. അതിൽ ഏതാ ന്യൂമറിക്കൽസ് ഓർത്ത് വെക്കേണ്ടത്? 25 ഓർക്കണം, 40 ഓർക്കണം, 60 ഓർക്കണം. 25 ഏതിൽ പോവും? ലോ. 40 എവിടെ പോവും? മീഡിയം. ഹൈ എവിടെ പോവും? 60. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഇനി ഇതിൻ്റെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് കെമിക്കൽ കോമ്പോസിഷൻ. ഈ ഒരു ബോക്സ് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ പെർസെൻറ്റേജ് പറയുകയാണെങ്കിൽ ലോ ഫാറ്റിൻ്റെ പെർസെൻറ്റേജ് വാട്ടർ 68.2%, ഫാറ്റ് 25%, പ്രോട്ടീൻ 2.54%, ലാക്ടോസ് 3.71%, ആഷ് 0.56%, ടോട്ടൽ സോളിഡ്സ് 31.8%, സോളിഡ്സ് നോൺ ഫാറ്റ് 6.8%. ഇതാണ് ലോ ഫാറ്റ് ക്രീമിൻ്റെത്. ക്ലിയർ ആണോ? അടുത്തത് മീഡിയം ഫാറ്റ് ക്രീമിൻ്റെത്. കംപ്ലീറ്റ് കാണാതെ പഠിക്കണം എന്ന് പറയുന്നില്ല, ഏകദേശം ഒരു ഐഡിയ വേണം. കാരണം ഇനി ടോപ്പിക്സ് വരുമ്പോൾ ഇതുപോലെയുള്ള കുറേ ബോക്സുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. അപ്പോൾ ഏറ്റവും അത്യാവശ്യമായുള്ള ബോക്സസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അത് മാക്സിമം നിങ്ങൾ ഇങ്ങനെ കുറേ ന്യൂമറിക്കൽസ് ഓർക്കാനുള്ളതൊക്കെ എങ്ങനെയാണ് നമുക്ക് മറക്കാതിരിക്കാൻ പറ്റുക? നമ്മൾ സ്റ്റഡി ടേബിളിൽ അതൊന്ന് എഴുതി പേസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഡെയിലി നമ്മൾ കാണുമ്പോൾ നമ്മൾ അറിയാതെ അങ്ങ് പഠിച്ചു പോകും. അങ്ങനെ വേണം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ മീഡിയം ഫാറ്റിൻ്റെ വാട്ടർ പറയുകയാണെങ്കിൽ 45.45%, 50% ആണ് ഫാറ്റ്. പ്രോട്ടീൻ പറയുകയാണെങ്കിൽ 1.69%, ലാക്ടോസ് 2.47, ആഷ് 0.37, ടോട്ടൽ സോളിഡ്സ് 54.55, SNF 4.55. ഇതിൽ മെയിനായിട്ട് വാട്ടർ ഓർക്കുക, ഫാറ്റ് ഓർക്കുക, SNF ഓർക്കുക. ഇതെങ്കിലും മിനിമം ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ വാട്ട് ഈസ് ക്രീം, അതിൻ്റെ ഡെഫിനിഷൻ ആര് പറഞ്ഞ ഡെഫിനിഷൻ? ഫെസായി പറഞ്ഞ ഡെഫിനിഷൻ പഠിച്ചു, കാറ്റഗറീസ് പഠിച്ചു, ലോ, മീഡിയം, ഫാറ്റ് 25, 40, 60, കെമിക്കൽ കോമ്പോസിഷൻ പഠിച്ചു. ഓക്കെ, അടുത്തതായിട്ട് പല ടൈപ്പ് ക്രീം ഇപ്പോൾ നമുക്ക് കമേഴ്ഷ്യലി അവൈലബിൾ ആണ് അല്ലേ? ടേബിൾ ക്രീം ഉണ്ട്, ലൈറ്റ് ക്രീം ഉണ്ട്, കോഫി ക്രീം ഉണ്ട്, വിപ്പിംഗ് ക്രീം, കേക്കിലൊക്കെ കണ്ടില്ലേ, ഹെവി ക്രീം, പ്ലാസ്റ്റിക് ക്രീം. അപ്പോൾ ഇങ്ങനെ പല തരത്തിലുള്ള ക്രീംസ് നമുക്കിപ്പോൾ കമേഴ്ഷ്യലി അവൈലബിൾ ആണ്. ഇതിൽ എങ്ങനെയാണ് നമ്മൾ ക്രീം സെപ്പറേറ്റ് ചെയ്യുക? അതിൻ്റെ പ്രൊഡക്ഷൻ നോക്കാം. അപ്പോൾ രണ്ട് തരത്തിൽ ചെയ്യാം, ഗ്രാവിറ്റി മെത്തേഡ് അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ മെത്തേഡ്. ഓക്കെ, അപ്പോൾ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഒന്നുകിൽ ഗ്രാവിറ്റി മെത്തേഡിൽ ചെയ്യാം അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ മെത്തേഡിൽ ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ സംഭവം എന്താണെന്നറിയോ? ഈ മിൽക്ക് ഫാറ്റ് എന്ന് പറയുന്നത് ബാക്കിയുള്ള സ്കിം മിൽക്കിനെക്കാളും ലൈറ്റർ അല്ലേ? ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഡെൻസിറ്റി വ്യത്യാസമുണ്ട് അല്ലേ? മിൽക്ക് ഫാറ്റ് എന്ന് പറയുന്നത് സ്കിം മിൽക്കിനെ അപേക്ഷിച്ച് ലൈറ്റർ ആണല്ലോ. യെസ്, ഇറ്റ് ഈസ് ലൈറ്റർ. അതായത് മിൽക്ക് ഫാറ്റിൻ്റെ ഡെൻസിറ്റി കുറവാണ് സ്കിം മിൽക്കിനെക്കാളും അല്ലേ? നമുക്ക് നോക്കാം, 16 ഡിഗ്രി സെൽഷ്യസിൽ മിൽക്ക് ഫാറ്റിൻ്റെ ഡെൻസിറ്റി എത്രയാ? 0.93. സ്കിം മിൽക്കിൻ്റെത് എത്രയാ? 1.036. അപ്പോൾ ഏതാ കൂടുതൽ? സ്കിം മിൽക്കിനല്ലേ കൂടുതൽ. അപ്പോൾ ഡെൻസിറ്റി കൂടുതൽ സ്കിം മിൽക്കിനാണ്. അപ്പോൾ ഡെൻസിറ്റി ഡിഫറൻസ് വരുന്നു. അതുവഴിയാണ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അത് നമ്മൾ രണ്ട് മെത്തേഡ് ഉപയോഗിക്കുന്നു, ഗ്രാവിറ്റി മെത്തേഡും സെൻട്രിഫ്യൂഗൽ മെത്തേഡും. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അപ്പോൾ നമുക്ക് മിൽക്കിന് ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അല്ലെങ്കിൽ ഗ്രാവിറ്റി ഫോഴ്സ് വരുമ്പോൾ ഈ രണ്ട് കമ്പോണൻസ് വരുന്നില്ലേ? ഏതൊക്കെയാണ്? ഒന്ന് ക്രീമും ഒന്ന് സ്കിം മിൽക്കും. അപ്പോൾ ഇത് രണ്ടിൻ്റെയും തമ്മിൽ വ്യത്യാസം എന്താ? ഡെൻസിറ്റി വ്യത്യാസം അല്ലേ? ആർക്കാ കൂടുതൽ ഡെൻസിറ്റി? സ്കിം മിൽക്കിന് കൂടുതൽ, മിൽക്ക് ഫാറ്റിന് കുറവാണ്. അങ്ങനെ നമുക്ക് ഇതിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ മിൽക്ക് ഫാറ്റിന് എന്താ? മിൽക്ക് ഫാറ്റിന് ഡെൻസിറ്റി കുറവാണ്. സ്കിം മിൽക്കിന് എന്താ? സ്കിം മിൽക്കിന് ഡെൻസിറ്റി കൂടുതലാണ്. അപ്പം നമുക്ക് ഇത് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ക്ലിയർ ആണോ? വളരെ എളുപ്പമുള്ള അല്ലേ? ഇനി ഇത് രണ്ട് മെത്തേഡ് എന്ന് പറഞ്ഞു. ഏതൊക്കെ മെത്തേഡ്സ് ആണ്? യെസ്, ഇറ്റ് ഈസ് ഗ്രാവിറ്റേഷണൽ മെത്തേഡ് ആൻഡ് ദി അതർ വൺ ഈസ് എ സെൻട്രിഫ്യൂഗൽ മെത്തേഡ്.
അപ്പം നമുക്ക് ആദ്യത്തത് നോക്കാം. എന്താ? ഗ്രാവിറ്റേഷണൽ മെത്തേഡ് നോക്കാം. അതായത് ഇപ്പം നമ്മൾ മിൽക്കിനെ അനക്കാതെ കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ മിൽക്ക് നമ്മളൊരു കപ്പിലെടുത്ത് കുറേ നേരം വെച്ചാൽ എന്താ ചെയ്യുക? മേളിൽ പാട വരും അല്ലേ, ഒരു ക്രീമി ലെയർ മേളിൽ വരും അല്ലേ. അപ്പോൾ അത് എത്ര പെട്ടെന്ന് വരുന്നു, അതായത് ഫാറ്റ് ഗ്ലോബ്യൂൾസ് ലൈറ്റർ ആണ് സ്കിം മിൽക്കിനെക്കാളും, അതുകൊണ്ടല്ലേ അത് മേളിലോട്ട് വരുന്നത്. ആ വെലോസിറ്റി അതൊരു ഇക്വേഷനിൽ പറയുന്നുണ്ട് കേട്ടോ. എന്താ ഇക്വേഷൻ? സ്റ്റോക്സ് ലോ. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഗ്രാവിറ്റേഷണൽ മെത്തേഡ് എന്ന് പറയുന്നത് ഏതാണ്? മിൽക്കിനെ നമ്മൾ കുറച്ച് നേരം ഡിസ്റ്റർബ് ചെയ്യാതെ വെച്ചാൽ ഈ ഫാറ്റ് മേളിൽ ക്രീമി ലെയർ ആയിട്ട് അപ്പിയർ ചെയ്യും. ഈ വെലോസിറ്റി വരുന്നത് സ്റ്റോക്സ് ലോയിലാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. V is equal to 2g into ds minus df into r² divided by 9 eta. ഈറ്റ എന്ന് പറയുന്നത് വിസ്കോസിറ്റി ഓഫ് സ്കിം മിൽക്കാണ്. ഇക്വേഷൻ ഒന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. വി എന്ന് പറയുന്നത് എത്ര വെലോസിറ്റിയിൽ അത് മേളിലോട്ട് വരുന്നു. ഡി എസും ഡി എഫ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഡെൻസിറ്റി വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ. സ്കിം മിൽക്കിന് ആ ഡെൻസിറ്റി കൂടുതൽ, ഫാറ്റിന് ഡെൻസിറ്റി കുറവാന്ന് പറഞ്ഞില്ലേ. അത് തമ്മിലുള്ള വ്യത്യാസമാണ് ഡെൻസിറ്റി ഓഫ് സ്കിം മിൽക്ക് മൈനസ് ഡെൻസിറ്റി ഓഫ് ഫാറ്റ് ഗ്ലോബ്യൂൾസ്. അതാണ് ഡി എസ് മൈനസ് ഡി എഫ്. ഓക്കെ, പിന്നെന്താ ഉള്ളത്? ജി, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറിയായിരിക്കും അല്ലേ. ആർ എന്ന് പറയുന്നത് ഈ ഫാറ്റ് ഗ്ലോബ്യൂളിലെ അതിൻ്റെ റേഡിയസ് ആണ്. ഓക്കെ, ജസ്റ്റ് ഇക്വേഷൻ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ടെക്സ്റ്റിൽ ഉള്ളതുകൊണ്ട് മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, ഇതാണ് ഗ്രാവിറ്റേഷണൽ മെത്തേഡിന് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതാണ് ആ ഒരു മെഷീൻ. ഇതിലാണ് നമ്മൾ മിൽക്ക് ഇങ്ങനെ എടുത്ത് കുറേ നേരം അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് വെച്ച് കഴിയുമ്പോൾ ക്രീമി ലെയർ വരും. അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. പക്ഷെ അത് ഇറ്റ് വിൽ ടേക്ക് എ ലോട്ട് ഓഫ് ടൈം. അപ്പം നമ്മൾ എന്താ ചെയ്യുക? അപ്പം നമുക്ക് ഈ സെൻട്രിഫ്യൂഗൽ മെത്തേഡ് ഓപ്റ്റ് ചെയ്യാം. അതിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? മിൽക്കിനെ ഈ ക്രീം സെപ്പറേറ്റർ, അതായത് അവിടെ ഒരു ബൗൾ റാപ്പിഡ്ലി റിവോൾവിങ് ഇങ്ങനെ സെൻട്രിഫ്യൂഗേഷൻ നടക്കുന്ന ഒരു ബൗൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് സബ്ജക്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത് 3000 to 6000 times greater than the gravitational force. Is it clear? Yes, it is. That is, ഈ ഒരു സെൻട്രിഫ്യൂഗൽ മെത്തേഡ് എന്ന് പറയുന്നത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നില്ലേ മിൽക്കിന്. നമ്മൾ മുന്നേ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പതിയെ നടക്കുന്ന ഡെഡ് സ്ലോ എന്ന് പറയാം. അപ്പോൾ അതിനേക്കാളും 3000 മുതൽ 6000 ടൈംസ് കൂടുതലാണ് ഈ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും ഡെൻസിറ്റി വ്യത്യാസം ഇല്ലേ. സ്കിം മിൽക്കിന് ഡെൻസിറ്റി കൂടുതലാണ്, ഫാറ്റ് ഗ്ലോബ്യൂൾസിന് ഡെൻസിറ്റി കുറവാണ്. അപ്പോൾ ഇത് കാരണം നമുക്ക് പെട്ടെന്ന് സെപ്പറേഷൻ നടക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? സ്കിം മിൽക്കിനല്ലേ ഡെൻസിറ്റി കൂടുതൽ. അപ്പോൾ സ്കിം മിൽക്ക് എങ്ങോട്ടാ പോവുക? ഡെൻസിറ്റി കൂടുതലാണ്, പെരിഫറിയിലോട്ട് പോകുന്നു. അത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. സ്കിം മിൽക്ക് ഇറ്റ് ഈസ് ഫോഴ്സ് ടു ദ പെരിഫറി. അതുപോലെ ഫാറ്റ് പോർഷൻ ഡെൻസിറ്റി കുറവുള്ള ആളല്ലേ, അതെങ്ങോട്ടാ പോവുക? അത് സെൻറ്ററിലോട്ടാ പോവുക. എന്നിട്ട് അത് ഔട്ട്ലെറ്റിലൂടെ പുറത്ത് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാവരും ലെക്ചർ നോട്ട്സ് എഴുതുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പരമാവധി ക്വസ്റ്റ്യൻസ് ഒരു ക്ലാസ്സിൽ തന്നെ പരമാവധി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ്മെൻറ്റ്, സെർഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യും. ഇത് കൂടാതെ ഒരു ക്ലാസ്സിന് ശേഷം നിങ്ങൾ ഓരോരുത്തരും എന്താ ചെയ്യേണ്ടത്? ആ ഒരു ക്ലാസ് കണ്ടു, ആ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്തു, അപ്പോൾ ഓക്കെ നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്ക് തറവാണെന്നൊരു കോൺഫിഡൻസ് വന്നു. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു MCQ ബുക്ക് വയ്ക്കുക. ആ ബുക്കിൽ ഫസ്റ്റ് ടോപ്പിക് ഇന്ന് ക്രീം, ആ ക്രീമിൽ നിന്ന് നിങ്ങൾ സ്വന്തമായിട്ടൊരു ക്വസ്റ്റ്യൻസ്, നിങ്ങൾ സ്വന്തമായിട്ടൊരു 5 ക്വസ്റ്റ്യൻസ്, ഒരു 3 ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു അസേർഷൻ നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ നോക്കുക. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മേക്കറിൻ്റെ ആംഗിൾ നിങ്ങൾ തിങ്ക് ചെയ്യാൻ തുടങ്ങും. അതായത് ക്വസ്റ്റ്യൻ മേക്കർ എന്താ ചിന്തിക്കുക? ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനല്ലേ. അപ്പോൾ നിങ്ങൾ ഓരോ സ്ലൈഡ് കാണുമ്പോഴും അല്ലെങ്കിൽ ഒന്ന് വായിക്കുമ്പോൾ ഇങ്ങനെ ചോദിച്ചാൽ കൺഫ്യൂഷൻ ആവില്ലേ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നൂടെ എന്ന് ചിന്തിക്കും. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ടോട്ടൽ സ്കോറിൽ തന്നെ മാർക്ക് വ്യത്യാസം വരും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് പറയും കേട്ടോ. അതായത് നമ്മൾ തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ ശീലിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ക്ലാസ്സിന് ശേഷവും ആദ്യം നിങ്ങൾക്ക് ഒരു 15 മിനിറ്റ് എടുക്കും, പിന്നെ അത് കുറഞ്ഞു വരും. നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന പെട്ടെന്ന് നിങ്ങൾ ഉണ്ടാക്കാൻ സെറ്റായിക്കോളും. ഓക്കെ, അപ്പോൾ സ്വന്തമായിട്ടും കൂടെ നിങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ കംപ്ലീറ്റ് ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പം നിങ്ങളുടെ കയ്യിൽ സ്വന്തമായിട്ടുണ്ടാവും ഒരു ലോഡ് MCQs. നിങ്ങൾക്ക് റിവിഷൻ MCQs യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ക്ലാസ്സിന് ശേഷവും സ്വന്തമായിട്ട് MCQs പ്രിപ്പയർ ചെയ്യുക. അതിലാദ്യം തെറ്റുകൾ പറ്റാം. ഇപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യാം ആ ക്വസ്റ്റ്യൻസ് ഒക്കെ. ഓക്കെ, അപ്പോൾ സെൻട്രിഫ്യൂഗൽ മെത്തേഡിൽ ഡിഫറൻസ് ഇൻ ഡെൻസിറ്റീസ് വരുന്നു. അപ്പോൾ സ്കിം മിൽക്കിന് ഡെൻസിറ്റി കൂടുതലാണ്, അത് പെരിഫറിയിലോട്ട് പോകുന്നു. ഫാറ്റ് ഗ്ലോബ്യൂൾസിന് ഡെൻസിറ്റി കുറവാണ്, അത് സെൻറ്ററിലോട്ട് വന്ന് ഔട്ട്ലെറ്റിലൂടെ പുറത്ത് വരുന്നു. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത് 3000 to 6000 ടൈംസ് കൂടുതലാണ് ഗ്രാവിറ്റേഷണൽ മെത്തേഡിനേക്കാളും. ദിസ് ഈസ് എ മെഷീൻ, ദിസ് ഈസ് എ സെൻട്രിഫ്യൂഗൽ മെത്തേഡ് ചെയ്യുന്നത്. അതിൻ്റെ പാർട്സ് ആണ് പറയുന്നത് കേട്ടോ. സെൻട്രിഫ്യൂഗൽ ക്രീം സെപ്പറേറ്ററിന് കുറേ പാർട്സ് ഉണ്ട്. ഒരു സപ്ലൈ ക്യാൻ, ഒരു സ്കിം മിൽക്കിൻ്റെ സ്ക്രൂ, ബൗള്. ആ ഒരു ബൗളിൽ എടുത്തിട്ടാണ് ഇതിങ്ങനെ സെൻട്രിഫ്യൂഗ് ചെയ്യുന്നത്. ബൗൾ നട്ട്, റബ്ബർ റിങ്, ഇങ്ങനെ കുറേ പാർട്സ് ഉണ്ട്. ഓക്കെ,
അപ്പോൾ നമ്മൾ ചെറിയൊരു ടോപ്പിക്കായി ഇന്ന് ഡിസ്കസ് ചെയ്ത് അല്ലേ, ഫാറ്റ് റിച്ച് ഡയറി പ്രോഡക്ട്സിൽ ക്രീം എന്ന് പറയുന്ന ഒരു ചെറിയ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതിൽ നിന്ന് വരാവുന്ന പരമാവധി ക്വസ്റ്റ്യൻസ് കുറച്ച് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്ലാസ് ശ്രദ്ധിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് സ്വന്തമായിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ടൈപ്പ് ഓഫ് ക്രീം കണ്ടെയ്ൻസ് അറ്റ്ലീസ്റ്റ് 60% മിൽക്ക് ഫാറ്റ്? ഓപ്ഷൻ എ ലോ ഫാറ്റ് ക്രീം, ഓപ്ഷൻ ബി മീഡിയം ഫാറ്റ് ക്രീം, ഓപ്ഷൻ സി ഹെവി ക്രീം, ഓപ്ഷൻ ഡി ഹൈ ഫാറ്റ് ക്രീം. ഏതായിരിക്കാം? ഞാൻ ന്യൂമറിക്കലി പറഞ്ഞിരുന്നു 25, 40, 60 ഓർത്ത് വയ്ക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതെവിടെയാ വരിക? യെസ്, ദ ആൻസർ ഈസ് ഹൈ ഫാറ്റ് ആണ് അല്ലേ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ സെൻട്രിഫ്യൂഗൽ മെത്തേഡ് ക്രീം ഈസ് കളക്റ്റഡ് ഫ്രം ഓപ്ഷൻ എ ഔട്ടർ പെരിഫറി ഓഫ് ദ ബൗൾ, ഓപ്ഷൻ ബി ബോട്ടം ഔട്ട്ലെറ്റ് ഓൺലി, ഓപ്ഷൻ സി സെൻട്രൽ പോർഷൻ ഓഫ് ദ സെപ്പറേറ്റർ, ഓപ്ഷൻ ഡി മിൽക്ക് ഡിസ്ട്രിബ്യൂട്ടർ. ക്രീം എവിടെ നിന്നാണ് കളക്ട് ചെയ്യുക? ക്രീമിന് എവിടെ നിന്നാണ് കളക്ട് ചെയ്യുക? ഫാറ്റ് ഗ്ലോബ്യൂൾസ് വരുന്നത് സെൻട്രലിൽ നിന്ന് അല്ലേ. സി, രണ്ടും സി ആണെന്ന് ഓർത്താൽ മതി. പെരിഫറിയിൽ എന്താ വരിക? സ്കിം മിൽക്ക് ആണ് അല്ലേ. അടുത്തത്, ദ ക്രീമി ലെയർ ഫോംഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദ മിൽക്ക് വെൻ ലെഫ്റ്റ് അൺഡിസ്റ്റർബ്ഡ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഓപ്ഷൻ എ ഫിൽട്രേഷൻ, ഓപ്ഷൻ ബി ഹോമോജനൈസേഷൻ, ഓപ്ഷൻ സി ഗ്രാവിറ്റേഷണൽ സെപ്പറേഷൻ, ഓപ്ഷൻ ഡി പാസ്ചറൈസേഷൻ. അതായത് മിൽക്കിന് അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് വെക്കുമ്പോൾ മേളിൽ ഒരു ക്രീമി ലെയർ ഉണ്ടാവില്ലേ, അത് എന്തിനുള്ള എക്സാമ്പിൾ ആണ്? യെസ്, ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഗ്രാവിറ്റേഷണൽ മെത്തേഡ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ റിഗാർഡിംഗ് ദ ക്രീം സെപ്പറേഷൻ ബൈ ഗ്രാവിറ്റി? ഓപ്ഷൻ എ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ജനറേറ്റഡ് ബൈ മെഷീനറി, ഓപ്ഷൻ ബി ഫാറ്റ് ഗ്ലോബ്യൂൾസ് റൈസ് ബിക്കോസ് ദ മിൽക്ക് ഫാറ്റ് is denser than skim milk, option C separation occurs due to difference in the densities of milk components, skim milk rises to the top when cream while the cream settles at the bottom. അപ്പോൾ ഗ്രാവിറ്റി വഴി ക്രീം സെപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഇതിൽ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഏതാണ് ശരി എന്നുള്ളതാണ്. എന്താണ്, ഏതായിരിക്കാം? സി ആണല്ലേ ശരിയായിട്ട് വരുന്നത്. എങ്ങനെയാ സെപ്പറേഷൻ നടക്കുക? ഡെൻസിറ്റി ഡിഫറൻസ് കാരണമാണ് സെപ്പറേഷൻ നടക്കുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. അപ്പോൾ ബാക്കി സ്റ്റേറ്റ്മെന്റ് ഒക്കെ റോങ് ആണല്ലേ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്ലി എക്സ്പ്ലെയിൻസ് വൈ ദ ക്രീം റൈസസ് ഡ്യൂറിംഗ് ദ ഗ്രാവിറ്റി സെപ്പറേഷൻ? ഓപ്ഷൻ എ ഫാറ്റ് ഗ്ലോബ്യൂൾസ് possess greater density than skim milk, ഓപ്ഷൻ ബി skim milk evaporates faster than cream, ഓപ്ഷൻ സി fat globules are lighter than the skim milk portion, ഓപ്ഷൻ ഡി cream contains more protein than skim milk. ഓക്കെ, അപ്പോൾ ഇവിടെ ഏത് ആൻസർ വരുന്നത്? സി ആണ്. അതായത് ഫാറ്റ് ഗ്ലോബ്യൂൾസ് ആർ ലൈറ്റർ ദാൻ സ്കിം മിൽക്ക് പോർഷൻ. ഇസ് ഇറ്റ് ക്ലിയർ? ഫാറ്റ് ഗ്ലോബ്യൂൾസ് സ്കിം മിൽക്കിനെക്കാളും ലൈറ്റർ ആണ് എന്നുള്ളതാണ്. യെസ്. അപ്പോൾ നമ്മൾ കുറച്ച് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചെയ്തു. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയോ? ക്ലാസ് കണ്ടതിന് ശേഷം ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ നമുക്കിനി കുറച്ച് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ചോദിച്ചാലോ? അപ്പോൾ ഇപ്പോൾ PSC മിക്ക എക്സാംസിലും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ച് മാക്സിമം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റംപ്റ്റ് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് എക്സാം ഹാളിൽ കാണുമ്പോഴത്തേക്ക് ഒരു പേടി ഉണ്ടാവില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ അത് അറ്റംപ്റ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദ ക്രീം സെപ്പറേഷൻ. Cream rises to the top because the milk fat is lighter than skim milk. Gravitational separation requires a centrifugal machine. Skim milk has a higher density than milk fat. Centrifugal separation is slower than gravitational separation. Option A 1 and 2, option B 1 and 3, option C 2 and 4, option D 1, 3 and 4. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ രണ്ട് രീതി പറഞ്ഞു തരാം ഞാൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന്. ആദ്യം തന്നെ ഇവിടെ കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ അതെന്താ ചെയ്യുക? സർക്കിൾ ചെയ്യണം. എന്നിട്ട് ഓരോ സ്റ്റേറ്റ്മെൻറ്റും വായിച്ചിട്ട് ഇപ്പം നിങ്ങൾ പേപ്പറിലാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 1, 2, 3, 4 എന്ന് എഴുതണം. ഓരോ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചിട്ട് അത് ടിക്കാണോ റോങ് ആണോ കറക്റ്റ് ആണോ റോങ് ആണോ എന്ന് എഴുതി വെക്കുക. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് കറക്റ്റ് നമ്മൾ ആദ്യം സർക്കിൾ ചെയ്തത് കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ, അപ്പോൾ ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളത് നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, ഈ ടിക്കോ റോങ് ഇടാൻ പറയുമ്പോൾ ഇപ്പോൾ വിചാരിക്കാം എന്തിനാ അങ്ങനെ ചെയ്യുന്നത് നമുക്കറിയില്ല എന്ന് വിചാരിക്കും. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു, രണ്ടാമത്തെ വായിച്ചു, മൂന്നാമത്തെ വായിച്ചു, നാലാമത്തെ വായിച്ചു കഴിയുമ്പോൾ ഇനി ആദ്യത്തേത് കറക്റ്റ് ആയിരുന്നോ റോങ് ആയിരുന്നോ പിന്നെയും മറന്നു, ഒന്നുകൂടെ വായിക്കും. പിന്നെ താഴെ വരുമ്പോൾ വീണ്ടും മറന്നു. ഇത് നോർമലി നിങ്ങൾ എക്സാം എഴുതുമ്പോഴല്ല, എക്സാം ഹാളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ആ ഒരു എക്സാം ടെൻഷനിൽ നമുക്ക് ചിലപ്പോൾ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആയിരുന്നോ എന്ന് ഡൗട്ട്ഫുൾ ആവും.
അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്, ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പം തന്നെ ടിക്ക് ഓർ റോങ് ഇടുക. പിന്നെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം, എന്നാലും കുറച്ചുകൂടെ നമുക്ക് ടൈം സേവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കാം. ക്രീം റൈസസ് ടു ദ ടോപ്പ് ബിക്കോസ് ദ മിൽക്ക് ഫാറ്റ് ഈസ് ലൈറ്റർ ദാൻ ദ സ്കിം മിൽക്ക്. ഗ്രാവിറ്റേഷണൽ സെപ്പറേഷൻ റിക്വയർസ് എ സെൻട്രിഫ്യൂഗൽ മെഷീൻ. അപ്പോൾ ഇവിടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചു, അത് ശരിയല്ലേ? ശരിയാണ്. അതായത് മിൽക്ക് ഫാറ്റ് ലൈറ്റർ ആണ്. ഗ്രാവിറ്റേഷണൽ സെപ്പറേഷന് സെൻട്രിഫ്യൂഗൽ മെഷീൻ ആണോ വേണ്ടത്? അല്ല, അത് തെറ്റാണ്. സ്കിം മിൽക്കിന് ഡെൻസിറ്റി കൂടുതലല്ലേ? അത് ശരിയാണ്. സെൻട്രിഫ്യൂഗൽ സെപ്പറേഷൻ 3000 to 6000 ടൈംസ് ഫാസ്റ്റർ എന്നാ പറഞ്ഞത്, അപ്പോൾ അത് തെറ്റല്ലേ? അപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇവിടെ ശരിയിട്ടത് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ 1ഉം 3ഉം. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്, ആണല്ലോ? യെസ്. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചു, ക്രീം റൈസസ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ് അല്ലേ? അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് കറക്റ്റ് കണ്ടുപിടിക്കാൻ തന്നെ അല്ലേ? അപ്പോൾ 1 എന്തായാലും ആൻസറിൽ വരണം അല്ലേ? 1 നമുക്ക് വായിച്ചു നോക്കി മനസ്സിലായി കറക്റ്റ് ആണെന്ന്. ചോദിച്ചതും കറക്റ്റ് ആണ്. 1 ആൻസർ വരണം. 1 വരാത്ത ആൻസർ കട്ട് ചെയ്തൂടെ? നമുക്ക് കട്ട് ചെയ്യാം. അപ്പം നമുക്ക് ഒരു ഓപ്ഷൻ എലിമിനേറ്റ് ആയി പോയില്ലേ? ഇങ്ങനെയാണ് എലിമിനേഷൻ ടെക്നിക്ക് ചെയ്യുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ ഗ്രാവിറ്റേഷണൽ സെപ്പറേഷൻ റിക്വയർസ് എ സെൻട്രിഫ്യൂഗൽ മെഷീൻ, അത് റോങ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ 2 ഒരിക്കലും ആൻസർ വരില്ല. അപ്പോൾ എന്താണ്, നമുക്ക് 2 ഓപ്ഷൻ എലിമിനേറ്റ് ആയില്ലേ? ഇപ്പം നമുക്ക് ആൻസർ വന്നിരിക്കുന്നത് ഒന്നുകിൽ 1ഉം 3ഉം ശരിയാണ്, അല്ലെങ്കിൽ 1ഉം 3ഉം 4ഉം ശരിയാണ്. അതിൽ നിന്ന് എന്താ മനസ്സിലായത്? 1ഉം 3ഉം എന്തായാലും ശരിയാണ്. അപ്പം 4 ശരിയാണോ എന്ന് അറിഞ്ഞാൽ മതി. 4 വായിച്ചു നോക്കാം. സെൻട്രിഫ്യൂഗൽ സെപ്പറേഷൻ ഈസ് സ്ലോവർ ദാൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. 4 റോങ് ആണെന്ന് മനസ്സിലായി. അപ്പം നമുക്ക് ആൻസറിലോട്ട് എത്തി. ഇങ്ങനെയാണ് എലിമിനേഷൻ ടെക്നിക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് പഠിപ്പിക്കുന്നതായിരിക്കും കേട്ടോ. എലിമിനേഷൻ ടെക്നിക്ക് എന്തിനാണ് പഠിപ്പിക്കുകയെന്നറിയോ? കാരണം നമുക്കിനി അഥവാ ചിലപ്പോൾ ചില സ്റ്റേറ്റ്മെൻറ്റ് അറിയില്ല, എന്നാലും നിങ്ങൾക്ക് ആൻസർ കണ്ടെത്താൻ സാധിക്കും നമ്മൾ എലിമിനേഷൻ ടെക്നിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് എലിമിനേഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ചോദിച്ചാലും, ഇനി നമുക്ക് PSC നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യണമല്ലോ, എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ഇങ്ങനത്തെ രീതിയിൽ വന്നാലും എക്യുപ്ഡ് ആയിരിക്കണം നമ്മൾ. ഓക്കെ, അപ്പോൾ സിലബസ് കംപ്ലീഷൻ ആയിരിക്കരുത് നിങ്ങളുടെ ഉദ്ദേശം. സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതിലല്ല കാര്യം. എത്ര കുറവ് പഠിച്ചാലും ആ പഠിച്ച കാര്യം കൺസെപ്റ്റ് മനസ്സിലാക്കി പരമാവധി റിവിഷൻ ചെയ്തു പരമാവധി MCQ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്നതിലാണ് കാര്യം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ ക്രീം അക്കോർഡിംഗ് ടു FSSAI. ലോ ഫാറ്റ് ക്രീം കണ്ടെയ്ൻസ് അറ്റ്ലീസ്റ്റ് 25% മിൽക്ക് ഫാറ്റ്. മീഡിയം ഫാറ്റ് ക്രീം കണ്ടെയ്ൻസ് അറ്റ്ലീസ്റ്റ് 40% മിൽക്ക് ഫാറ്റ്. ഹൈ ഫാറ്റ് ക്രീം കണ്ടെയ്ൻസ് അറ്റ്ലീസ്റ്റ് 60% മിൽക്ക് ഫാറ്റ്. Cream may contain starch as an additive. Option E 1 and 2, B 1, 2 and 3, C 2, 3 and 4, D 1, 2, 3 and 4. ഓക്കെ, അപ്പോൾ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദ്യം. അപ്പോൾ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? യെസ്, ആദ്യത്തത് ശരിയല്ലേ? 25, 40, 60 കറക്റ്റ് ആണ്. നമ്മൾ FSSAI ഡെഫിനിഷനിൽ പറഞ്ഞു സ്റ്റാർച്ച് ഉണ്ടാകാൻ പാടില്ല, മിൽക്കിൽ ഫോറിൻ ആയിട്ടുള്ളതൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അത് റോങ് അല്ലേ സ്റ്റേറ്റ്മെന്റ്? അപ്പോൾ ആൻസർ ഇവിടെ ഏതാ വരിക? യെസ്, ഇറ്റ് ഈസ് 1, 2 and 3 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ ഗ്രാവിറ്റേഷണൽ മെത്തേഡ് ഓഫ് ക്രീം സെപ്പറേഷൻ. മിൽക്ക് ഈസ് കെപ്റ്റ് അൺഡിസ്റ്റർബ്ഡ് ഡ്യൂറിംഗ് ദ പ്രോസസ്. ഫാറ്റ് ഗ്ലോബ്യൂൾസ് റൈസ് ബിക്കോസ് ദേ ആർ ലൈറ്റർ ദാൻ സ്കിം മിൽക്ക്. ദ പ്രോസസ് ഈസ് ഫാസ്റ്റർ ദാൻ സെൻട്രിഫ്യൂഗൽ സെപ്പറേഷൻ. ക്രീം ഫോംസ് ആസ് എ ലെയർ ഓൺ ദ ടോപ്പ്. Option A 1, 2 and 4. Option B 1 and 3. Option C 2 and 3. Option D 1, 2, 3 and 4. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏത് എന്നുള്ളതാണ് അല്ലേ? യെസ്. അപ്പം നമ്മൾ അതിൽ എന്തൊക്കെയാണ് കറക്റ്റ് ആണെന്ന് നോക്കണം. ഇപ്പോൾ വായിച്ചപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെയാണ് തോന്നിയത്? ആദ്യത്തത് കറക്റ്റ് ആണല്ലേ, അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് വെച്ചിരുന്നു. ഫാറ്റ് ഗ്ലോബ്യൂൾസ് കയറി കാരണം ലൈറ്റർ ആണ്, കറക്റ്റ് ആണ്. ഫാസ്റ്റർ ആണോ? അല്ല. 1ഉം 2ഉം 4ഉം കറക്റ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് അസേർഷൻ റീസണിങ് പോലെയുള്ള ക്വസ്റ്റ്യനുകൾ ചോദിച്ചു കാണാറുണ്ട്. ആ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ളത് നോക്കാം. അസേർഷൻ. ക്രീം റൈസസ് ടു ദ ടോപ്പ് വെൻ ദ മിൽക്ക് ഈസ് കെപ്റ്റ് അൺഡിസ്റ്റർബ്ഡ്. മിൽക്ക് ഫാറ്റ് ഈസ് ലൈറ്റർ ദാൻ ദ സ്കിം മിൽക്ക് പോർഷൻ. Option A, both A and R are true and R is the correct explanation of A. Both A and R are true but R is not the correct explanation of A. A is true but R is false. A is false but R is true. ഇവിടെ വരുന്ന എന്താണെന്നറിയോ? നമുക്ക് 2 സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കും. ഒന്ന് അസേർഷനും ഒന്ന് റീസണിങ്ങും. നമ്മൾ ആദ്യം നോക്കേണ്ടത് രണ്ടും ശരിയാണോ? അങ്ങനെയാണെങ്കിൽ എയോ ബിയോ ആയിരിക്കും ആൻസർ. പിന്നെ നോക്കേണ്ടത് ആദ്യത്തതിനുള്ള കാരണമാണോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്? അങ്ങനെയാണെങ്കിൽ എ ആയിരിക്കും ആൻസർ, അല്ലെങ്കിൽ ബി ആയിരിക്കും. ഇനി ഇതിൽ രണ്ടിൽ ഒന്ന് തെറ്റാണെന്നുണ്ടെങ്കിൽ സി ഓ ഡി ആൻസർ ആയിട്ട് വരും.
ഓക്കെ, അപ്പോൾ ഇവിടെ വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയത്? രണ്ടും ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിനുള്ള എക്സ്പ്ലനേഷനുമാണ്. സോ ഓപ്ഷൻ എ ഈസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, സെൻട്രിഫ്യൂഗൽ സെപ്പറേഷൻ ഈസ് സ്ലോവർ ദാൻ ഗ്രാവിറ്റേഷണൽ സെപ്പറേഷൻ. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് യൂസ്ഡ് ഇൻ സെപ്പറേറ്റേഴ്സ് ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ ഇതിൽ എന്താ വരിക? ആലോചിച്ച് നോക്കിയേ. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് സ്ലോവർ ആണോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെക്കാളും? അല്ല, അത് റോങ് ആണ് അല്ലേ? അപ്പോൾ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡയറി സയൻസിൽ നിന്ന് ഒരു ചെറിയ ടോപ്പിക്, മൊഡ്യൂൾ 3 ഫാറ്റ് റിച്ച് പ്രോഡക്ട്സിൽ വരുന്ന ഒരു ക്രീം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത്. ഇതുപോലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക, റിവൈസ് ചെയ്യുക, മാക്സിമം MCQs പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഹാപ്പി ലേണിംഗ്. താങ്ക് യു.